ഇതിൽ ഞാനിപ്പോൾ അടുത്ത് ചെയ്യാൻ പോണത് എനിക്ക് ഈ ഒരു വോളിനകത്ത് ഒരു ചെറിയൊരു കട്ടിങ് പോലെ എനിക്കൊന്ന് കാണിക്കണം. ഞാനത് കാണിക്കാനായിട്ട് ഞാൻ ഈ ഒരു വോൾ ഏത് വോളിലാണ് കട്ടിങ് കാണിക്കേണ്ടത് ആ വോൾ സെലക്ട് ചെയ്തിട്ട് ഞാനത് സ്പ്ലിറ്റ് എന്നുകൊണ്ടൊരു ഓപ്ഷൻ ഉണ്ട് നമുക്കിവിടെ. സ്പ്ലിറ്റ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഒറ്റ സെലക്ഷനായിട്ട് കിടന്ന വോള് 2 സെലക്ഷനായിട്ട് സ്പ്ലിറ്റ് ആവും. അത് നമുക്ക് ഒരു മെഷർമെൻറ്റ് ഇപ്പം എനിക്ക് ഇവിടെ ഒരു ചെറിയൊരു പീസ് കട്ടിങ് പോലെ കാണിക്കണ്ടേ. അപ്പം എനിക്ക് ഇവിടെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യണം. ഇപ്പോൾ 3 സ്പ്ലിറ്റായി. നമുക്ക് ഈ മെഷർമെൻറ്റ് ഒന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു പോയിന്റിൽ ക്ലിക്ക് ചെയ്താൽ എനിക്കിവിടെ ടൈപ്പ് ചെയ്ത് മെഷർമെൻറ്റ് മൂവ് ചെയ്യാൻ പറ്റും. ഇതാണ് എനിക്ക് മൂവ് ചെയ്യേണ്ടത്. മൂവ് ചെയ്യേണ്ടതെങ്കിൽ ഞാൻ ഈ ഒരു ഭാഗമാണ് ഞാൻ സെലക്ട് ചെയ്തിട്ട് ഞാനിവിടെ എഡിറ്റ് ചെയ്യും. എത്രയാണ് നമ്മൾ കൊടുക്കണമെന്ന് വെച്ചാൽ അതനുസരിച്ച് അവിടുത്തെ അളവ് മാറും. ഓക്കെ, കണ്ടോ? എനിക്കപ്പോൾ ഈ ഒരു വോളാണ് എനിക്ക് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ അതിൻ്റെ മെഷർമെൻറ്റ് ഞാൻ 10 ആക്കി. 10 ആക്കിയിട്ട് ഞാൻ MM-ലാണ്, അപ്പോൾ 100 കൊടുക്കാം. അല്ലെങ്കിൽ 12. ഓക്കെ, ഞാനിപ്പോൾ ഇങ്ങനെ കാണിച്ചു. എന്നിട്ട് ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്തിട്ട് ഇതിപ്പോൾ അവിടെ എനിക്കൊരു കട്ടിങ് പോലെ ആയിട്ടുണ്ട്. നമുക്ക് 3D എടുത്ത് നോക്കുമ്പോൾ കാണാൻ പറ്റും. കണ്ടോ? ഇപ്പോൾ അവിടെ എനിക്കൊരു കട്ടിങ് പോലെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പം അങ്ങനെ ചെയ്യണമെങ്കിൽ ഇതുപോലെ സ്പ്ലിറ്റ് ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് ചെയ്താൽ മതി. ഓക്കെ, പിന്നെ അതുപോലെ എനിക്ക് ഓപ്പണിങ് കൊടുക്കണമെങ്കിൽ എനിക്കിവിടെ ഒരു ഓപ്ഷൻ ഫ്ലോർ പ്ലാനിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഡോർ ഓപ്പണിങ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 3Dയിൽ വരുമ്പം ഇവിടെ ഒരു ഡോർ ഓപ്പണിങ് കാണും. കണ്ടോ? ഡോർ ഇല്ലാണ്ട് ജസ്റ്റ് ഒരു ഓപ്പണിങ് പോലെ നമുക്ക് കൊടുക്കണമെങ്കിൽ മാത്രം ഇത് ഓപ്റ്റ് ചെയ്താൽ മതി. അതല്ലെങ്കിൽ നമുക്കിവിടെ ഡോർ ഓപ്ഷൻ ഉണ്ട്. പിന്നെ അതല്ലാതെ ബേ വിൻഡോ, ഫ്രഞ്ച് വിൻഡോ, അങ്ങനെ കുറേ വിൻഡോസിൽ തന്നെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ അതുപോലെ ബീം എന്ന് പറയുന്നത് ബീം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമ്മളുടെ വോളിൻ്റെ മേലെ കൂടെ പോകുന്ന ആ ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള ബ്ലോക്കിനെയാണ് നമ്മൾ ബീം എന്ന് പറയുന്നത്. അപ്പോൾ ആ ബീം നമുക്കൊരു വോൾ മെഷർമെൻ്റ് ഒക്കെ കിട്ടുമ്പം മേലെ ബീം കട്ടിങ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ ബീം കട്ടിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ഒരു ഓപ്ഷനാണ് ഈ ബീം. ഇത് ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് ഈ ഒരു മെഷർമെൻറ്റിൽ ഞാൻ ജസ്റ്റ് കൊണ്ടുവന്ന് വെച്ചു. ഞാനപ്പോൾ ഈ ഒരു വോള് ഡ്രാഗ് ചെയ്ത് കൊടുക്കുവാണ്. ഓക്കെ, ഞാനിപ്പോൾ ഇത് അവിടെ എങ്ങനെ വന്നു എന്ന് അറിയണമെങ്കിൽ നമുക്ക് 3D പോകണം. 3D പോയിട്ട് നോക്കിയാൽ നമുക്ക് കാണില്ല. ഇങ്ങനെ കണ്ടോ? ഒരു കട്ടിങ് കണ്ടോ? ഇതാണ് ബീം, നമ്മളിപ്പോൾ വെച്ചതാണത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കട്ടിങ് ഒക്കെ വരുമ്പം നമുക്ക് അതിൻ്റെ മെഷർമെൻറ്റ് എഡിറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് നമുക്ക് പ്ലാനിൽ പോയിട്ടുണ്ടെങ്കിൽ ഇതെടുക്കാം. അതിൻ്റെ ഡെപ്ത്ത് നമുക്കൊന്ന് കൂട്ടി കൊടുക്കാം. ഇപ്പം 450 ആക്കി. ഇതിപ്പോൾ 100. ലെങ്ത് ഞാനിപ്പോൾ ഒരു 600 ഇറക്കിയിട്ടുണ്ട്. ഇതിന് ഞാനൊരു 450 ആക്കിയിട്ടുണ്ട്. ഇപ്പം ആ ഒരു മെഷർമെൻറ്റ് ഞാനിപ്പോൾ ആക്കിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് 3Dയിൽ ഇറങ്ങി നിൽക്കും. കണ്ടോ? ഇങ്ങനത്തെ കുറച്ച് വോളിൽ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ബീം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാറ്. ഇനി അടുത്തത് ഫ്ലോർ പ്ലാനിൽ തന്നെ നമുക്ക് പിന്നെ അടുത്തുള്ള ഓപ്ഷൻ എന്ന് വെച്ചാൽ കോളം. ഇതുപോലെ നമുക്ക് കോളം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ജസ്റ്റ് ഇവിടെ നമുക്കൊരു കോർണറിൽ ഒരു കോളം വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അവിടെ ഇങ്ങനെ കാണിക്കുവാണെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് അതിൻ്റെ മെഷർമെൻറ്റ് നമ്മൾ സൈസ് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. 3Dയിൽ ചെല്ലുമ്പം നമുക്ക് അവിടെ ഒരു കോളം കണ്ടോ? ഇങ്ങനെ ഒരു കട്ടിങ് പോലെ വന്നിരിക്കുന്നുണ്ടോ? നമ്മുടെ കോളം വന്ന് നിൽക്കുന്നതിൻ്റെയാണ്. നമുക്ക് ഇത്രയും പോർഷൻ മാത്രം വോളിൽ നിന്ന് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് കാണുള്ളൂ ഒരു കോളത്തിൻ്റെ. അപ്പോൾ അങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ പിന്നെ ഡോറ്, ബീം, പിന്നെ ഹോൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഡബിൾ ഹൈറ്റ് ഒക്കെ വരും. ഒരു റൂമിൻ്റെ ഡബിൾ ഹൈറ്റ് ഒക്കെ വരുമ്പം നമുക്ക് ഈ ഒരു റൂമിൽ ഡബിൾ ഹൈറ്റ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. പകരം നമ്മൾ ഇവിടെ വരുമ്പം ഒരു ക്രിയേറ്റ് ലെവൽ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ബേസ്മെൻ്റ് ആണ്. നമുക്ക് മേലോട്ട് ഫ്ലോർ എടുക്കേണ്ടത്. അപ്പോൾ ക്രിയേറ്റ് ലെവൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ആ ജസ്റ്റ് ഞാൻ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പം ലെവൽ 2 അവിടെ ഓപ്പൺ ആവും. നമ്മൾ എന്താണോ ഫസ്റ്റ് ലെവൽ 1ൽ പ്ലാൻ